നമസ്കാരം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ശിവദാസൻ സാറിൻ്റെ അടുത്തേക്കാണ്. ശിവദാസൻ സാറ് ശരിക്കും പറഞ്ഞാൽ മിലിറ്ററിയിലും DRDയിലുമായിട്ട് 37 വർഷം 39 വർഷം സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും എങ്ങനെയാണ് മിലിറ്ററിയിലോട്ട് വരാനുണ്ടായ സാഹചര്യം ഇതൊക്കെ അറിയാനാണ് യഥാർത്ഥത്തിൽ ഞാൻ വന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. എങ്ങനെയായിരുന്നു ഈ മിലിറ്ററിയിലേക്ക് എത്താനുള്ളതായ ഒരു സാഹചര്യം? ഞാൻ മിലിറ്ററിയിൽ എത്താനുള്ള സാഹചര്യത്തിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബാല്യത്തെക്കുറിച്ച് പറയണം. എൻ്റെ ബാല്യത്തിൽ ഞാൻ എന്തായിരുന്നു അത് പറഞ്ഞെങ്കിൽ മാത്രമേ ആ മിലിറ്ററിയിൽ എത്താനുള്ള സാഹചര്യങ്ങളും അത് കറക്റ്റായിട്ടത് ഒത്തുവരുള്ളൂ. അപ്പം എൻ്റെ ബാല്യം പറഞ്ഞു കൊടുക്കട്ടെ. തീർച്ചയായിട്ടും. ഞാൻ ജനിച്ചത് എൻ്റെ അച്ഛൻ്റെ സ്ഥലം നെയ്യാറ്റിൻകര അരുവിപ്പുറമാണ്, അമ്മയുടെ സ്ഥലം ബാലരാമപുരമാണ്. ഞാൻ ജനിച്ചതും 5ാം ക്ലാസ് വരെ പഠിച്ചത് മാവേലിക്കരയാണ്. ഞാൻ പഠിച്ചത് മാവേലിക്കര കണ്ടിയൂർ സ്കൂളെന്ന് പറയും, ആ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ നിന്ന് 4 ജയിച്ച് 5ാം ക്ലാസ് ആയ സമയത്ത് അച്ഛന് ട്രാൻസ്ഫറായി ട്രിവാൻഡ്രത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്ന് ഞാനും എൻ്റെ അമ്മയിലും ഞങ്ങൾ അപ്പൂപ്പൻ്റെ വീട്ടിൽ വന്നു, അമ്മയുടെ അച്ഛൻ്റെ വീട്ടിൽ വന്നു. അച്ഛൻ അവിടെ തന്നെ വന്നു. ഇനിയാണ് അങ്ങോട്ട് ഇതിൻ്റെ ലൈഫിൻ്റെ ട്വിസ്റ്റ് വരുന്നത്. അച്ഛനും ഇവിടെ സെക്രട്ടേറിയറ്റിൽ ജോലിയായിരുന്നു. ഞങ്ങൾ ഇവിടെ ട്രാൻസ്ഫറായിട്ട് വന്ന് ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മയുടെ അച്ഛൻ അപ്പൂപ്പനും അച്ഛനുമായിട്ട് ഒരു ചെറിയൊരു വസ്തുവിൻ്റെ കാര്യത്തിൽ, അന്ന് പറഞ്ഞില്ല, ഞാൻ എലബറേറ്റ് പറയുന്നില്ല, ഒരു ചെറിയ വസ്തുവിൻ്റെ കാര്യത്തിൽ അവർ തമ്മിൽ ഒരു ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടായി. അതിൻ്റെ പേരിൽ എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛനെ ഒന്ന് മർദ്ദിക്കുകയും അച്ഛൻ പറഞ്ഞിനി ഈ മനുഷ്യൻ ചാകാതെ ഈ വീട്ടിൽ ഞാൻ കയറിയില്ല എന്ന് പറഞ്ഞങ്ങനെ എൻ്റെ അച്ഛൻ ഞങ്ങളെ പിന്നെ നോക്കിയിട്ടില്ല. വിട്ടുപോയി. വിട്ടെന്ന് പറഞ്ഞാൽ പുള്ളി ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിലുണ്ട്, വീട്ടിൽ വരെയില്ല, ഞങ്ങൾക്ക് പൈസ തരെയില്ല, ഒരു കാര്യം നോക്കില്ല. പറഞ്ഞ് അമ്മയുടെ അടുത്ത് പറഞ്ഞ് നിൻ്റെ അച്ഛൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും, എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അവിടെ വരുമെന്ന് പറഞ്ഞ്. ഇതിൽ വേറൊരു ട്വിസ്റ്റുണ്ട്. എൻ്റെ അപ്പൂപ്പ മരിക്കുന്ന എനിക്ക് ജോലി കിട്ടി 3ാമത്തെ വർഷത്തിലാണ്, 103ാമത്തെ വയസ്സിൽ അപ്പൂപ്പ മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛൻ വിട്ടുപോയതിന് ശേഷം പിന്നെ അപ്പൂപ്പനാണെന്നുണ്ടെങ്കിൽ കുറേ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. 8 മക്കൾ, 6 പെണ്ണും 2 ആണും. എൻ്റെ അമ്മ 6ാമത്തെയാണ്. അപ്പം പെൺമക്കളെയൊക്കെ അയച്ചിട്ട് പിന്നെ അപ്പൂപ്പൻ്റെ ഒരു പഴയ ആ കുടുംബ വീട്, പെണ്ണുള്ള ഈ അറയുന്നതിനുള്ള വീടുണ്ടല്ലോ, ആ വീടും കുറച്ച് 30-40 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പം ഞങ്ങൾ അപ്പൂപ്പൻ്റെ സംരക്ഷണം അവിടെയാണെങ്കിൽ കുറച്ച് കപ്പയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ആഹാരം കാര്യങ്ങളെല്ലാം വളരെ 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 ബുദ്ധിമുട്ടോട് പോയി. എന്ത് ചെയ്യും? അങ്ങനെ എൻ്റെ അമ്മ, നമ്മളെ നാടാണെങ്കിൽ ബാലരാമപുരം എന്ന് പറഞ്ഞാൽ നെയ്ത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. അവിടെ ഈ ചിലർ നെയ്യും, ചിലരാണെന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ താര് അറിയില്ല, താര് ചുറ്റാൻ പോവും, ചിലരാണെന്നുണ്ടെങ്കിൽ പാവോടും. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടിൻ്റെ അമ്മയുടെ വേറൊരു ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ വേറൊരു കമ്മ്യൂണിറ്റി, അവിടെ നിന്ന് വെച്ചാൽ അവിടെയുള്ള വേറെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റിക്കാരും, നായേഴ്സായാലും ശരി, ഈഴവാസായാലും ശരി, നാടാറായാലും ശരി, ആരായാലും എല്ലാവരെയും വീട്ടിൽ കുലത്തൊഴിൽ നെയ്ത്താണ്. ഞങ്ങളുടെ വീട്ടിൽ അന്ന് അപ്പൂപ്പൻ്റെ അവിടെ ഇല്ലായിരുന്നു. അപ്പൂപ്പനാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനാണെങ്കിൽ കൃഷിയും കാര്യങ്ങളും. പുള്ളി എല്ലാ ശനിയാഴ്ചയും ബുധനാഴ്ച ഇരുന്ന് ഒരു കാൾവണ്ടിയുണ്ട്, അതിനകത്ത് അവിടെയുള്ള ചേന കാച്ചെല്ലാം കൊണ്ട് 6 മൂട്ടി കൊണ്ടുവന്ന് വിറ്റിട്ട് അങ്ങനെയാണ് പുള്ളി അവിടുത്തെ ജീവിച്ചത്. പുള്ളി അവിടുത്തെ ഒരു പ്രമാണിയായിരുന്നു, ജീവിക്കാമെന്ന് പറ്റില്ല. അപ്പോൾ എൻ്റെ അമ്മ അവസാനം ഈ പാവ് ഓടാൻ പഠിച്ച്, അവിടെ മനസ്സിലായില്ലേ, ഒരു റാട്ടുണ്ട് ഇങ്ങനെ, അല്ലല്ലേ റാട്ടിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ താര് ചുറ്റി വരുന്ന നൂലുണ്ടല്ലോ, ആ നൂല് കൊണ്ട് ഇങ്ങനെ കറക്കി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഓടുമെന്ന് പറഞ്ഞാൽ കറക്കുക, ആ നൂല് ചുറ്റി വരും, പാവായിട്ട് വരും. അതിനെ പിന്നെ നമ്മൾ വേറൊരു പ്രത്യേകമുള്ള ഒരു തടി ഒരു ഒരെണ്ണമുണ്ട്, അതിനകത്ത് ചുറ്റിയിട്ട് അതാണ് നെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ തുച്ഛമായ ഒരു വരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വരുമാനത്തിലും അപ്പോൾ പിന്നെ വരുമാനം കുറവ്. പിന്നെ നമ്മളുടെ ബന്ധുക്കളാണെങ്കിൽ അവരെല്ലാം നല്ല സൗകര്യത്തിലുള്ളവരാരും നമ്മളെ സഹായിച്ചില്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം വളരെ കാലത്ത് എന്തെങ്കിലും കഴിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കാണത്തില്ല. അതുപോലെ വൈകുന്നേരമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം 10 മണി വരെ വേണ്ടി വരും. മിക്കവാറും കപ്പയുണ്ട് ഇഷ്ടം പോലെ, മിക്കവാറും കപ്പയായിരിക്കും കൂടുതലും, കുറച്ച് ചോറാണ്. അങ്ങനെ ഒരു ബാല്യകാലത്തിൻ്റെ അങ്ങനെ ഞാൻ 5ാം ക്ലാസ് നല്ല മാർക്കോടെ പാസ്സാവുന്നു. അപ്പോൾ അന്നത്തെ എഡ്യൂക്കേഷൻ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. 5ാം ക്ലാസ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം, ഫോർത്ത് ഫോം, സിക്സ്ത് ഫോം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 11ാം ക്ലാസ്സാണ് അന്നത്തെ SLC. SLC എന്ന് പറഞ്ഞാൽ സീനിയർ സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ്.
അപ്പോൾ എനിക്കവിടെ ഫസ്റ്റ് ഫാമിൽ ചേരണം. നമ്മളുടെ ഈ ഞാൻ താമസിക്കുന്ന ബാലരാമപുരത്ത് താന്നിവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു LP സ്കൂളുകളുള്ളൂ, UP സ്കൂളില്ല. ബാലരാമപുരത്ത് ഗവൺമെൻറ് സ്കൂളുണ്ട്, അവിടെ പോയി ചേർക്കണം. അവിടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്കൂള്. പിന്നെ അവിടെ ചേർന്ന് കഴിഞ്ഞാൽ പുസ്തകവും വായിക്കണം, ഉച്ചയ്ക്ക് എന്തെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് ചിലവുണ്ടല്ലോ. അപ്പോൾ ഞാൻ അമ്മയെടുത്ത്, അപ്പോൾ അമ്മ പറഞ്ഞു പഠിപ്പിക്കാൻ യാതൊരു നിവൃത്തിയില്ല, നീ ഒരു കാര്യം ചെയ്യ്, വേറെ എന്തെങ്കിലും ഇവിടെ നെയ്യാൻ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ, എൻ്റെ മൂത്തമ്മാമൻ, പുള്ളിക്കാരൻ വെടിവെച്ചാങ്കോലിൻ്റെ പ്രൊവിഷൻ ഷോപ്പും ഭയങ്കര പ്രശസ്തമായിരിക്കുകയാണ്, ചെല്ലപ്പ പണിക്കരെന്ന് പറയും. പുള്ളിക്കാരനെ അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് നമുക്ക് അവരന്ന് പണ്ട് ഈ സഹോദരൻ അണ്ണാന്നാണ് വിളിക്കുന്നത്, അണ്ണൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെയും കൊണ്ട് എൻ്റെ മാമൻ്റെ വീട്ടിൽ പോയി. അതിരാവിലെ പുള്ളിയെ പോകണമെങ്കിൽ കാലത്തെ കാണണം. പുള്ളി ചാരി കസേര അങ്ങനെ ഇരിക്കും. പണ്ടുള്ള പ്രമാണിമാരെ പോലെ കാലത്തെ പൈസ വന്നു കഴിഞ്ഞാൽ മനുഷ്യർ അഹങ്കാരം വരുമല്ലോ. എന്നെയും കൊണ്ട് അമ്മ അങ്ങനെ അവരെ കാണാൻ പോയി. അവിടെ ചെന്ന് പുള്ളിക്കാരൻ എന്ത് അമ്മയുടെ പേര് മീനാക്ഷിയാണ്. എന്ത് മീനാക്ഷി നീ കാലത്തെ വന്നേ? അത് അണ്ണാ യമൻ 5ാം ക്ലാസ് പാസ്സായി. ഓ അതിനെന്ത് ചെയ്യണം? അവനെ പിടിച്ച് നെയ്യാറക്ക്, നെയ്ത്ത് പഠിപ്പില്, അതിൽ പഠിക്കണം. യവൻ ഇനി പഠിച്ച് അങ്ങ് കളക്റ്റാകാൻ പോലെയാണ്. അവൻ്റെ അച്ഛനും അവനെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇനി ഇവൻ എന്ത് പഠിക്കാൻ പോകുന്നത്? അപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മ എനിക്ക് പഠിക്കണം. മാമൻ്റെ വെച്ച് പറയാണ്. മാമൻ വളരെ രൂക്ഷമായിട്ട് സംസാരിച്ചു. ഞാൻ അവിടെ നിന്ന് തന്നെ അമ്മയെടുത്ത് പറഞ്ഞ് ഞാൻ പോവുകയാണ്. വളരെ എനിക്കന്ന് 10 വയസ്സ് കഴിഞ്ഞ്, 11 തികഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എൻ്റെ പറയുക അമ്മയും വന്നപ്പോൾ എനിക്ക് പഠിക്കണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ അമ്മയെടുത്ത് പറഞ്ഞ് എങ്ങനെയെങ്കിലും അങ്ങനെ അമ്മയുടെ കാതിൽ ഉണ്ടായിരുന്ന 2 കമ്മലുണ്ടായിരുന്നു, പണ്ടത്തെ ഒറ്റക്കൽ കമ്മൽ. ആ കമ്മലിനെ കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് എനിക്കുള്ള ആവശ്യമുള്ള ബുക്കും കാര്യങ്ങളും വെച്ച് എന്നെ സ്കൂളിൽ ചേർത്ത്. ഗവൺമെൻറ് സ്കൂളായിട്ട് അത് വലിയ ഫീസൊന്നുമില്ല, ചെറിയൊരു ഫീസോ, എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ബാലരാമപുരം സ്കൂളിൽ ചേർന്ന് കാലത്തെ സ്കൂളിൽ പോകും. പിന്നെ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ പിള്ളേരും ചോറ് കൊണ്ടുവരും. ഞാനിവിടെ ഞങ്ങളുടെ ഗവൺമെൻറ് സ്കൂളിൽ ഒരു കിണറുണ്ട്, പബ്ലിക് കിണർ. ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് വെള്ളം പച്ചവെള്ളം കുടിക്കും. പച്ചവെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ഹാഫ് കൈ നിക്കർ ഒരു ഉടുപ്പുമാണ്, നിക്കറാണെന്ന് ഇട്ടുകൊണ്ട് പോകും. 2 ബുക്ക് കാണും, അത് രണ്ടും കൂടി ഞാൻ നിക്കറിൻ്റെ പാക്കറ്റ് വെച്ച് കൊണ്ടുപോകും. മഴയാണെങ്കിൽ ഒരു വാഴയില വെട്ടി തലയിൽ വെച്ചിട്ട് ഓടും. അതായിരുന്നു അന്നത്തെ ജീവിതം. എങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഫാം പാസ്സായി. സെക്കൻഡ് ഫാമിലായപ്പോൾ സമയത്ത് കുറച്ചുകൂടി എനിക്ക് 12ാമത്തെ വയസ്സിലായി. ആ സമയത്ത് ഞങ്ങളുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ ശനിയും ഞായറും അവിടെ ഈ ചാനലിൻ്റെ വർക്കൊന്ന് കനാൽ. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ പുല്ലിങ് എന്ന് പറയും, പുല്ല് വെക്കാനൊക്കെ ആയിട്ട് അവർ പിള്ളേരുടെ സൈസിനെയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ശനിയും ഞായറും ഞാൻ അവിടെ പോകും. അന്ന് 1.25 രൂപയാണ്, 1.25 രൂപ ശമ്പളം വലിയവർക്ക്. പിള്ളേർക്ക് ആണെന്നുണ്ടെങ്കിൽ 75 എനിക്കറിയാൻ ആവുന്നില്ല, പക്ഷേ 1 രൂപയ്ക്ക് താഴെ. അങ്ങനെ ഞാൻ 2 ദിവസം ജോലിക്ക് പോകും. ആ പൈസ കളായി വെച്ചേക്കും. അങ്ങനെ ആ പൈസ കൊണ്ടും സ്കൂളിലെ കാര്യം നടന്ന് അങ്ങനെ പിന്നെ ഫസ്റ്റ് ഫാം കഴിഞ്ഞ് സെക്കൻഡ് ഫാം കഴിഞ്ഞു, തേർഡ് ഫോമായി. തേർഡ് ഫാം പാസ്സായ സമയത്ത് ബാലരാമപുരം ഗവൺമെൻറ് സ്കൂളിൽ തേർഡ് ഫാം വരെ ഉള്ളു. പിന്നെ 4th 5th 6th. 4th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9, 10, 11 അവിടെ മുടവപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ബാലരാമപുരത്ത് തന്നെ. അവിടെ ഒരു പ്രൈവറ്റ് സ്കൂളുണ്ട്, എല്ലാവരുടെ ഒരു മാനേജ്മെൻറ്റ് സ്കൂള്. അപ്പോൾ എല്ലാവരും പറയുന്നത് അവിടെ ഒരു ഊളൻ, അങ്ങനെ ആര് സംസാരിക്കും, അപ്പോൾ അയാളെ ഇരട്ട പേര് ഊളൻ്റെ സ്കൂളെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ പോയിട്ട് അവിടെ എന്നെ അമ്മ കൊണ്ട് ചേർത്തു. അത് ആ സമയത്ത് പിന്നെ ജീവിക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പഷ്ണി, എന്തെങ്കിലും രാത്രി കഴിക്കും, കാലത്ത് കുറച്ച് പഴങ്കഞ്ഞി കാണും, കഴിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകും. ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ കാണില്ല. ചിലപ്പം ചില ഫ്രണ്ട്സ് കൂട്ടുകാരന്മാർ മടന്ന് പറഞ്ഞ് അവിടെ നിന്ന് കഴിക്കും. അങ്ങനെ ഈ വളരെ കഷ്ടതയോടുകൂടി 9, 10, 11 വരെ ഞാൻ പിന്നെ അങ്ങോട്ട് ജോലി എല്ലാ ശനിയും ഞായറും കൂലി വിലയ്ക്ക് പോവും. ചാനലിൽ പോവും, ചാമ്പൽ ചുമക്കാൻ പോവും, പിന്നെ ചാണകം ചുമക്കാൻ പോവും. അങ്ങനെ നല്ല മാർക്ക് കിട്ടും. ആകപ്പാട് ബാലരാമപുരം സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 പേര് എഴുതിയതിൽ 3 പേർക്കാണ് ഫസ്റ്റ് ക്ലാസ്. അതിൽ ഒരാൾ ഞാനായിരുന്നു. പഠിപ്പിക്കാൻ ആളുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച് ലെവൽ വേറെ വരുമായിരുന്നു. അത് കഴിഞ്ഞ സമയത്ത് പിന്നെ അടുത്ത ഹയർ വിദ്യാഭ്യാസം ഒരു നിവൃത്തിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അമ്മ ഈ പാവോടി കിട്ടുന്ന ആരും തരണ്ടേ. അപ്പം ബാലരാമപുരത്ത് ജമാലി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഒരു പുള്ളി, അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ ജമാലുദ്ദീൻ എന്നാണ്. അപ്പോൾ അവിടെ വെച്ച് കാണുന്ന സമയത്ത് എന്നെ പിള്ളേന്ന് വിളിക്കും അവർ. കാരണം
ഈ മുസ്ലിം കമ്മ്യൂണിറ്റി അവരങ്ങനെ വിളിക്കുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞ് നിങ്ങളെ ഹോട്ടലിലേക്ക് ഒരു ജോലി വരുമെന്ന് ചോദിച്ചു. പഠിക്കാനുള്ള പിള്ളേർ. ഞാൻ പറഞ്ഞ് കഷ്ടമാണ്. അയ്യോ എന്ത് ജോലിയാണ് തരുന്നത് പിള്ളേക്ക്? ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ജോലി, അത് എപ്പോഴും വരാൻ പറ്റും? ഞാൻ പറഞ്ഞു വൈകുന്നേരം. അങ്ങനെ പുള്ളിക്കാരൻ്റെ അവിടെ 6 മണി തൊട്ട് 9 മണി വരെ അവിടെ സപ്ലൈക്ക് നിന്ന് കാലത്തെ പഠിക്കാൻ പോകും, 12 കഴിഞ്ഞ് ഹയർ സ്റ്റഡിക്ക് പോകും, കാലത്തെ പോകും, വൈകുന്നേരം വരും, അങ്ങനെ ആ ഹോട്ടലിൽ നിൽക്കും. അങ്ങനെ 2ാമത്തെ വർഷമായ സമയത്തുകൊണ്ട് ബാലരാമപുരത്ത് ഒരു നമ്മളെ ബാലകൃഷ്ണൻ്റെ ഒരു കുട്ടി കൗമുദി, പണ്ടൊരു കൗമുദി എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു, കേരളൗമുദിയല്ല കൗമുദി. അപ്പോൾ അവിടെ ഒരു ഏജൻറ്റുണ്ട്, ഒരു ചന്ദ്രൻ എന്ന് പറയും, ചന്ദ്രൻ ചേട്ടൻ അതിൻ്റെ ഏജൻറ്റ് എടുത്ത സമയത്ത് ഞങ്ങൾ ബാലരാമപുരത്ത് പുള്ളിയെ കാണുമ്പോൾ ഞങ്ങളുടെ എല്ലാം പുള്ളി ഒരു അവിടുത്തെ ഈ പണ്ടുള്ള കോൺഗ്രസ്സുകാരനാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ളതാണ്. ഞാൻ ചേട്ടാ പറഞ്ഞേ ഞാൻ പത്രം എടുത്തെന്ന് പറഞ്ഞു. ഞാൻ ചേട്ടാ എങ്ങനെയാണ്? അതെനിക്ക് പത്രം തരുന്ന ഒരാളെ വേണം, 100 പത്രമാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു 50 പത്രം തരുമോ? അപ്പോൾ അന്ന് 50 പത്രം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചില്ലറ കിട്ടും. പുള്ളി പറഞ്ഞു നിന്നെ കൂടെ പറ്റുന്ന അങ്ങനെ. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. അങ്ങനെ എനിക്ക് ദീപാന്ന് പറഞ്ഞു. അമ്മയെടുത്ത് പറഞ്ഞു. അമ്മ വീണ്ടും 2 കമ്മൽ പണയം വെച്ച് എടുത്തിട്ടില്ല. അമ്മയുടെ കഴുത്തൊരു മാല ഉണ്ടായിരുന്നു, ആ മാലയെ കൊണ്ട് പണയം വെച്ചോ വിറ്ററിയാൻ പാടില്ല. 45 രൂപ കൊടുത്തേക്ക് ഒരു സൈക്കിൾ മേടിച്ചെന്ന്. സൈക്കിൾ അടുത്തുള്ള സൈക്കിൾ ഷോപ്പിൽ നിന്ന്. സൈക്കിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിലില്ല, ഈ നമ്മളെ ബസ്സിൻ്റെ സ്റ്റിയറിങ് അത് ഭയങ്കര അന്നെന്ന് പറഞ്ഞാൽ അന്ന് എല്ലാവർക്കും അതൊരു ഭയങ്കര ഇതായിരുന്നു കാണുന്ന സമയത്തെ. ആ സൈക്കിൾ മേടിച്ചത് ഞാൻ ആ സൈക്കിളും കൊണ്ട് കാലത്തെ വീട്ടിൽ നിന്ന് 5:30 മണിക്ക് ഇറങ്ങും, ബാലരാമപുരത്ത് ചെല്ലും, ചന്ദ്രൻ ചേട്ടൻ പത്രം വായിക്കും. അപ്പോൾ അവിടെ ഒരു നൂക്കണ്ട് സാഹിബുണ്ട്, ബാലരാമ ഇപ്പോഴും ഉണ്ട് പുള്ളിക്കാരൻ. ഇപ്പോൾ പുള്ളി മരിച്ചുപോയി, പുള്ളിയുടെ മക്കളാണ്. ആ ബാലരാമപുരത്ത് ജംഗ്ഷനിൽ നിന്ന് കാട്ടാക്കട പോകുന്ന കോണ്ടറിൽ കാണുന്ന കട ഇപ്പോൾ വലിയ കടയായി. അപ്പോൾ പുള്ളിക്കാരൻ അവിടെയാണ് ഈ മൂക്കുപ്പൊടി ഫേമസ്. അപ്പം ഞാനങ്ങനെ പത്രവും കൊണ്ട് പോയ സമയത്ത് ഒരു മുറുക്കാക്കടക്കാരൻ ചോദിച്ച് ബാലരാമപുരത്ത് ഇതുപോലെ പൊടി കൊണ്ട് തരാമെന്ന് ചോദിച്ചു. നിനക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ സാഹിബുമായിട്ട് സംസാരിച്ചു. അപ്പോൾ സാഹിബ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് കൊണ്ടുപോ, നിനക്ക് ഞാൻ ഒരു പാക്കറ്റ് പൊടി വെച്ചാൽ 4 അണ വരാമെന്ന് പറഞ്ഞു. 4 അണ പൊടിയുടെ വില 2 അണയാണ്, 4 അണ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിയായിട്ട് ആദ്യം 5 പാക്കറ്റ് പൊടി എടുത്തു, അത് കൊടുത്തു, 10 ആയി, 20 പാക്കറ്റ് പൊടി, 50 10 20 പാക്കറ്റ് പൊടിയായിട്ട് അതിരാവിലെ പോകും. അങ്ങനെ 2 വർഷം. അപ്പോൾ 3 വർഷമായി. 3rd ഇയർ ആയ സമയത്ത് പിന്നെ എനിക്ക് ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കമ്മീഷനും പൈസയും പിന്നെ രാത്രി വൈകുന്നേരം ഹോട്ടലിൽ പോവും, പിന്നെ ശനിയും ഞായറും ഡേ ടൈമിലാണെങ്കിൽ കൂലി വേലയ്ക്ക് പോവും. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ ചന്ദ്രൻ ചേട്ടൻ പുള്ളിക്കാരന് പെട്ടെന്ന് ഒരാട്ട വന്ന് പുള്ളി മരിച്ചു. പത്രം പിന്നെ അവരുടെ മക്കളൊന്നും എടുക്കാനുള്ള അങ്ങനെ ആ വരുമാനം നിന്ന്. അപ്പം പിന്നെ എനിക്ക് പിന്നെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റാതായി. പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല, ഡ്രസ്സില്ല, ഒന്നുമില്ല. എന്തു ചെയ്യും? ആ സമയത്ത് ദയാനന്ദനെന്നും പറഞ്ഞ്, കാരണം നമ്മളെ പുള്ളിക്കാരവിടെ ഒരു ഈ നെയ്യാറ്റിൻകര ഒരു ME ഓണർ എന്നും പറഞ്ഞൊരു വലിയൊരു മുതലാളിയുണ്ട്. അയാളുടെ സഹോദരിയുടെ മകനാണ് അരുവാനൂർ രാമകൃഷ്ണ പണിക്കർ, അങ്ങനെ മോനാണ്. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ ഈ SLC പഠിച്ച ബാച്ചുകളിലാണ്. അപ്പോൾ അവൻ അവിടെ ഒരു തല്ലിപ്പുഴയാണ്. ഒരു ദിവസം ഞാൻ പറഞ്ഞു, എന്നിട്ട് അവൻ ITI 2 വർഷം എന്തോ പഠിച്ചിട്ട് പുള്ളി ഇടയ്ക്കാണ്. ഞങ്ങളിങ്ങനെ കണ്ടു. പിന്നീട് പറഞ്ഞ് ഞാൻ ഇവിടെ എന്താണ്? ഒന്നുമില്ല, വീട്ടിൽ ആഹാരമുണ്ട്, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെയാണ്, ഒന്നും നിവർത്തിയില്ല, എന്ത് ചെയ്യാൻ പറഞ്ഞു. അവൻ്റെ പറയുന്നതാ നമുക്ക് സ്ഥലം വിട്ടുപോകാമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ ഒരു റിലേറ്റീവ് ഉള്ള എൻ്റെ സീനിയർ ബാച്ച് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഗുജറാത്തിൽ അവിടെ സൗരാഷ്ട്ര കെമിക്കൽസിൽ കസ്റ്റംസ് സെൻട്രൽ എക്സൈസ് കസ്റ്റംസ് ഇൻസ്പെക്ടറാണ്. പുള്ളി ജോലി കിട്ടി 2 വർഷമായിട്ടുള്ളൂ. ലീവ് വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞു നീ അങ്ങ് പോകാം, നിനക്ക് ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പുള്ളിക്ക് ഉടനെ ലെറ്റർ എഴുതി. അന്ന് പിന്നെ ടെലിഫോണൊന്നുമില്ലല്ലോ. ലെറ്റർ എഴുതി ഒരു 15 ഞാൻ റിപ്ലൈ വന്ന് നീ വണ്ടി കയറി പോരെ, ഇവിടെ നിന്ന് നേരെ വന്നിട്ട് ബാംബെ വന്നിട്ട് ബാംബെ സൗരാഷ്ട്ര പിന്നെ ഏതോ ഒരു ബെയിലിൻ്റെ കാര്യം അതിൽ കയറി വാന്ന് പറഞ്ഞ്, അത് റിസൾട്ടൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ ദയാനന്ദന് ഞാനുമായിട്ട് പോകാൻ പൈസയില്ല, പൈസ ഉള്ളൊന്നും ഉണ്ടാക്കും. അങ്ങനെ ഞാനവിടെ ഇരുന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അമ്മ അവർ ഈ കോഴി അതൊക്കെ അവിടുത്തെ പൈസ ഉണ്ട്. ഒരു ദിവസം അവർ പറഞ്ഞതുപോലെ എന്തോ പറഞ്ഞ് അവർ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അമ്മച്ചി പൈസ ഉണ്ടെങ്കിൽ ഒരു 10 രൂപ വരാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഒരു പെട്ടിക്കകത്ത് നിറച്ച് ചില്ലറയും നോട്ടുകെട്ടുകളുണ്ട്. ഞാൻ ഒരു ദിവസം രാത്രി അമ്മച്ചി ഉറങ്ങിയ ശേഷം ഇതിനെടുത്ത് എണ്ണി നോക്കിയ സമയത്തുണ്ട് എല്ലാം കൂടി ഒരു 100 അന്നത്തെ 100-130 രൂപയുണ്ട്. ഇതും കൊണ്ട് ഞാനും കൂടി പുള്ളി പൈസ കൊണ്ടുവന്ന് ഞങ്ങളിവിടെ നിന്ന് നേരെ ബോംബെയിൽ പോയി. ബോംബെയിൽ ഞങ്ങൾ നേരെ
ഗുജറാത്തിൽ ഇറങ്ങി പിന്നെ ഇവിടെ അഹമ്മദാബാദിൽ ഇറങ്ങിയിട്ട് അവിടെ ഞങ്ങൾ പോർബന്തറിൽ പോകണം. ട്രെയിനിൽ അഹമ്മദാബാദ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് പോർബന്തറിൽ പോയി. പോർബന്തറിൽ മഹാത്മാഗാന്ധി ജനിച്ച ഇവളുടെ വീടുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് ഈ ഫാക്ടറി. അവിടെ നമ്മൾ സുരേന്ദ്രൻ അവിടെ താമസിക്കുകയാണ്. സുരേന്ദ്രൻ്റെ വീട്ടിൽ എത്തി. അപ്പോൾ ഞാൻ ഈ കൂട്ടുകാരനെ കൊണ്ട് പോയതിൽ പുള്ളിക്കാരൊരു അമർഷമുണ്ട്. എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇവനെയും കൊണ്ടുവന്ന്? ഈ ദയാനന്ദനെ പുള്ളിക്കാരൻ അറിയാം. ഞാൻ പറഞ്ഞു വരണമെന്ന് പറഞ്ഞ് വന്ന്. അങ്ങനെ എനിക്കവിടെ സൗരാഷ്ട്ര കെമിക്കൽ സൂപ്പർവൈസർ ട്രെയിനിയായിട്ട് എനിക്കവിടെ പുള്ളിക്കാരെ ജോലി ഒപ്പിച്ച് തന്ന്. എനിക്ക് അന്നാണെന്നുണ്ടെങ്കിൽ അവർ അന്നത്തെ അവിടുത്തെ ചിലവരും പോയിട്ട് എത്രയാണെന്നുള്ള എക്സാക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, അവിടെ ചിലവും പോയിട്ട് കുറച്ച് പൈസ മിച്ചം വരും. അപ്പോൾ ദയാനന്ദൻ 2 മാസം ദയാനന്ദന് കൂടെ പൈസ കൂടി ഞാൻ അവിടെ തന്നെ ആഹാരം വയ്ക്കും. ഞാൻ ഈ ശമ്പളം മാറ്റിക്കൊണ്ട് സുരേന്ദ്രൻ്റെ അങ്ങനെ കൊടുക്കും. 30 രൂപ എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. ജോലി കിട്ടിയതിൻ്റെ അന്ന് തൊട്ട് എൻ്റെ അമ്മ ഇവിടെ വെച്ചാണ് മരിക്കുന്നത്, ഈ വീട്ടിൽ വെച്ച് 93-ാമത്തെ വയസ്സിൽ. ഞങ്ങൾ 3 ആൺമക്കളാണ്. അവരാരും നോക്കിയില്ല, ഞാനേ നോക്കിയുള്ളൂ.